ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരിപ്പോഴും മറക്കാൻ കഴിയാത്ത വിഷു ദിവസത്തെ കഥയാണ് പറയാൻ പോകുന്നത്. ഹാരി, ലക്കി, ശ്രേയ എന്ന 3 സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു രസകരമായ യാത്ര. ചേരാം, കഥ തുടങ്ങട്ടെ. വീണ്ടും ഒരു വിഷുകാലം കൂടി വന്നെത്തി. രാവിലെ ഹാരി, ലക്കി, ശ്രേയ 3 പേരും പാടത്തിലെ മരച്ചുവട്ടിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹാരി ഒരു മുത്തശ്ശൻ സങ്കടത്തിൽ ഇരിക്കുന്നത് കാണുന്നത്. അതുകണ്ട് 3 പേരും മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. ഹാരി മുത്തശ്ശനോട് ചോദിച്ചു, എന്തുപറ്റി മുത്തശ്ശാ? സങ്കടത്തിൽ ആണോ ഇരിക്കുന്നത്? നാളെ വിഷു അല്ലേ, ഒരുക്കം ഒന്നും ആയില്ലേ? മുത്തശ്ശൻ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല മക്കളെ, ഇത്തവണത്തെ മഴയിലും കാറ്റിലും എന്റെ കൃഷി എല്ലാം നഷ്ടപ്പെട്ടു. മുത്തശ്ശൻ പറഞ്ഞു, ഈ കാര്യവും പറഞ്ഞ് എന്റെ മകനോട് കുറച്ചു കാശ് ചോദിച്ച് ഒരു കത്ത് അയച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചില്ല. ലക്കി പറഞ്ഞു, മുത്തശ്ശാ, വിഷമിക്കണ്ട, ഞങ്ങൾ പോയി അന്വേഷിക്കാം. അങ്ങനെ 3 പേരും സൈക്കിളിൽ കയറി ചേർന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അവിടേക്കെത്തിയപ്പോൾ 3 പേരും പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു, മുത്തശ്ശന്റെ കത്ത് അയച്ചിട്ടുണ്ടോ? അതിന്റെ മറുപടി വന്നില്ലേ? അപ്പോഴാണ് പോസ്റ്റ്മാൻ രാഘവൻ അമ്മാവനെ അവർ കണ്ടത്. പോസ്റ്റ്മാൻ രാഘവൻ അമ്മാവൻ നിശബ്ദമായി നിന്നു. പിന്നീട് പറഞ്ഞു, മക്കളെ, ആ കാശ് ഞാൻ തന്നെയാണ് എടുത്തത്. വിഷുവിനായി എന്റെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇത് ശരിയായില്ല. ഞാൻ ഒന്നും വാങ്ങിയില്ല. നിങ്ങൾ ദയവായി ഈ കാശ് മുത്തശ്ശനു കൊടുക്കൂ. എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തു. കുട്ടികൾ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. പക്ഷേ ആ പണം മതിയാവില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ശ്രേയ പറഞ്ഞു, നമുക്ക് വിഷുവിനായി ഒതുക്കി വച്ച പണം ചേർക്കാം. അങ്ങനെ നമുക്ക് മുത്തശ്ശന് ഒരു നല്ല മുണ്ട് വാങ്ങാം. അങ്ങനെ 3 പേരും ചേർന്നു മുത്തശ്ശന് ഒരു നല്ല മുണ്ട് വാങ്ങി. അങ്ങനെ മുത്തശ്ശന്റെ മകൻ എഴുതുന്നതുപോലെ ഒരു കത്തും അവർ തയ്യാറാക്കി. അത് മുത്തശ്ശന്റെ സങ്കടം കുറയ്ക്കാൻ ആയിരുന്നു. അവർ കത്തും മുണ്ടും മുത്തശ്ശന്റെ വീടിലെ തുളസി തറയിൽ സ്നേഹപൂർവ്വം വെച്ചു. അടുത്ത ദിവസം രാവിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിന്നു. അവിടെ നിന്നു മുത്തശ്ശന്റെ വീട് കാണാം. അവർ മുത്തശ്ശൻ പുറത്തുവരുമ്പോൾ മുത്തശ്ശന്റെ പ്രതികരണം കാണാൻ കാത്തിരുന്നു. മുത്തശ്ശൻ സങ്കടം നിറഞ്ഞ മുഖത്തോട് പുറത്തുവന്നു. എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു. അപ്പോൾ തുളസി തറയിൽ കത്തും മുണ്ടും ശ്രദ്ധിച്ചു. മുത്തശ്ശൻ കത്ത് വായിക്കാൻ തുടങ്ങി. കത്തിൽ എഴുതിയിരുന്നത്, ഈ ചെറിയ സമ്മാനം നിങ്ങളുടെ മകനും പിന്നെ ചില കുഞ്ഞു ഹൃദയങ്ങളുടെയും വിഷു സമ്മാനമാണ്. നിങ്ങൾക്ക് വിഷു ആശംസകൾ. ഇത് വായിച്ചപ്പോൾ മുത്തശ്ശന്റെ മുഖം തിളങ്ങി. എന്റെ മക്കളെ, ഈ വിഷുവിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ആണ് നിങ്ങൾ. മുത്തശ്ശന്റെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു. അങ്ങനെ ഹാരി, ലക്കി, ശ്രേയ, മുത്തശ്ശൻ എന്നിവരുടെ വിഷുകഥ ഇവിടെ അവസാനിക്കുന്നു. മുത്തശ്ശന്റെ സന്തോഷം നമ്മുടെ മനസ്സുകളിൽ പടർന്നു. സ്നേഹവും സഹായവും എന്നും നമ്മുടെ ജീവിതത്തിലെ വലിയ സമ്മാനങ്ങൾ ആണ്. നിങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കഥയുമായി കാണാം. നന്ദി, നമസ്കാരം.